നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റാങ്ക് മേക്ക് സീരീസ് അതാണ് നമ്മൾ ഈ പറയുന്ന വീഡിയോകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തു വരുന്നത്. അപ്പം ഈ പറയുന്ന സിലബസിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്തു പോകും. ഓരോ ഭാഗത്തിൽ നിന്നും പല പല വിഷയങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഓരോ വിഷയങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാണോ അതെല്ലാം എന്ത് ചെയ്ത് കവർ ചെയ്ത് പോകും. LDS ആയാലും LGS ആയാലും അതുപോലെ CPO, പോലീസ് ഡ്രൈവർ എല്ലാത്തിനും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് സിലബസ് കൊടുത്തിട്ടുണ്ട്. കേരള ചരിത്രമായാലും ഇന്ത്യ ചരിത്രമായാലും ജോഗ്രഫി ആയാലും അതുപോലെ തന്നെ ഏതാണ് സയൻസ് ആയാലും എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒന്നാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുമ്പോൾ ആരൊക്കെ തമ്മിലായിരിക്കും? ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഒന്നാമതെന്നല്ല, എന്താണ് കർണാട്ടിക് യുദ്ധം എന്ന് വിളിക്കുന്നത്. അത് 1, 2, 3 എന്നൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധമാണ്. നമുക്ക് ഈ വർഷം നോക്കാം, 1746, 1748. അപ്പൊ ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ നടക്കുന്നതിന് ഒരുപാട് കാലം മുമ്പാണ്. നിങ്ങൾക്കറിയാം, ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നതിന് ഫ്രഞ്ച് ഇപ്പോഴാണ് 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനൊക്കെ മുമ്പാണ് ഇതെന്ന് പറയുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധം. ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടനും ഫ്രാൻസും. ഓക്കെ, അവരെവിടെയാണ്? ഇന്ത്യയിൽ നടന്നതാണ് കേട്ടോ. ഇന്ത്യയിലെ വ്യാപാര കുത്തക നേടിയെടുക്കാൻ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമത്തിന്റെ പരിണതഫലമായുള്ള യുദ്ധമാണ് ഇതെന്ന് പറയുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധം. അപ്പൊ ആരൊക്കെയാണ്? ഇന്ത്യയിലെ വ്യാപാര കുത്തക നേടിയെടുക്കാൻ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമത്തിന്റെ പരിണതഫലം ഉണ്ടായതാണ് ഇത് ഒന്നാം കർണാട്ടിക് യുദ്ധം. 1746, 1748 അതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ഫ്രഞ്ച് മദ്രാസ് പിടിച്ചെടുത്തു. എന്ത് ചെയ്തു? യുദ്ധത്തിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ആര് പരാജയപ്പെടുത്തി? ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തുക. ഏത് പിടിച്ചെടുത്തു? മദ്രാസ് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ യുദ്ധത്തില് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു? മദ്രാസ് പിടിച്ചെടുത്തു. ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണർ ആയിരുന്നു? ഡ്യൂപ്പയാണ്. ഡ്യൂപ്പി ആയിരുന്നു എന്ന് പറയുന്നത് അന്നത്തെ ഫ്രഞ്ച് ഗവർണർ. അപ്പൊ ചോദിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്താണ് ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണർ ആരാണ്? ഡ്യൂപ്പയാണ്. അതുപോലെ തന്നെ എന്താണ്? യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ഫ്രഞ്ചുകാർ ഏത് പിടിച്ചെടുത്തു? മദ്രാസ് പിടിച്ചെടുത്തിരുന്നു. കാലഘട്ടം ഏതാണ്? 1746, 48 2 വർഷമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒന്ന് പഠിച്ചു വെക്കാടാ, ഇത്രയും ചോദ്യങ്ങൾ. ഡ്യൂപ്പെ മദ്രാസ് പിടിച്ചെടുത്തതും വർഷവും ഒന്നാം കർണാട്ടിക് യുദ്ധം എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയിരിക്കുന്നത് എന്താണ്? ആക്സ്ല ചാപ്പൽ. എന്താണ് ആക്സ്ല ചാപ്പൽ എന്ന് പറയുന്നത്? വളരെ നല്ല ചോദ്യമാണ്. എന്താണ് ആക്സ്ല ചാപ്പൽ? അതായത് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി. ഇങ്ങനെ തന്നെ ചോദ്യം വരാം. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? ആക്സ്ല ചാപ്പലാണ്. പഠിച്ചു വെച്ചോ, ആക്സ്ല ചാപ്പലാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്. അത് ഏതാണ്? ആക്സ്ല ചാപ്പലാണ്. 1748 ആക്സ്ല യുദ്ധം തീരുമ്പോഴായിരിക്കും അല്ലെ എന്ത് ചെയ്യുന്നത്? സന്ധിയിൽ ഏർപ്പെടുന്നത് അല്ലെ. അപ്പം എന്താണ്? 1748 ആക്സ്ല ചാപ്പൽ സന്ധി ഒപ്പിട്ടത്. ആക്സ്ല ചാപ്പൽ സന്ധി പ്രകാരം മദ്രാസ് ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ചു. പകരം അമേരിക്കയിലെ ഏതാണ്? ലൂയിസ്ബർഗ് ഫ്രാൻസിന് തിരികെ നൽകി. അപ്പൊ ലൂയിസ്ബർഗ് കിട്ടി, ഫ്രാൻസിന് കിട്ടി. ഫ്രാൻസുകാർ പിടിച്ചെടുത്ത മദ്രാസ് ആർക്ക് തിരിച്ചു കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കൊടുത്തു. ഏതാണ്? ആക്സ്ല ചാപ്പൽ. ആക്സ്ല ചാപ്പൽ. ഓക്കെ, ഏതാണ്? ലൂയിസ്ബർഗ് കിട്ടി, ഫ്രാൻസിന് കിട്ടി. ബ്രിട്ടൻ എന്ത് തിരിച്ചു കിട്ടി? അവിടെ മദ്രാസ് തിരിച്ചു കിട്ടി. ആക്സ്ല ചാപ്പലാണ് 1748. 1758 ലൂയിസ്ബർഗ് ബ്രിട്ടൻ എന്ത് ചെയ്തു? തിരിച്ചു പിടിച്ചു. ഫ്രാൻസിന് കൊടുത്തിരുന്നെങ്കിലും 1758 ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആര് തിരിച്ചു പിടിച്ചു? ബ്രിട്ടൻ തിരിച്ചു പിടിച്ചു കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക, ഇംഗ്ലീഷുകാരും ഫ്രാൻസുകാരും തമ്മിലുള്ള എന്താണ് ഇന്ത്യയിലെ കമ്പോള കുത്തക പിടിച്ചെടുക്കാനുള്ള യുദ്ധങ്ങൾ എന്ത് വിളിക്കുന്നു? നമ്മൾ എന്ത് പറയാം? വ്യാപാരത്തിന്റെ കുത്തക പിടിച്ചെടുക്കാനുള്ള യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ കേട്ടോ. എന്താണ്? കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പൊ രണ്ടാം കർണാട്ടിക് യുദ്ധം ഒന്ന് പഠിച്ചു. ഏതാണ്? 1746, 48 കാലഘട്ടത്തിലാണ് ആക്സ്ല ചാപ്പൽ സന്ധി പ്രകാരം അത് അവസാനിച്ചു. ഇനി ഏതാണ്? രണ്ടാം കർണാട്ടിക് യുദ്ധം. ഏതാണ്? രണ്ടാം കർണാട്ടിക് യുദ്ധം. എന്താണ്? 1749 മുതൽ 1749 മുതൽ ഏതുവരെയാണ്? 54 അല്ലെ. ഏകദേശം ഒരു 5 വർഷത്തെ യുദ്ധമാണ് എന്ന് പറയുന്നത് രണ്ടാം കർണാട്ടിക് യുദ്ധം. ഓക്കെ, എന്താണ് രണ്ടാം കർണാട്ടിക് യുദ്ധം? ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായ പിന്തുടർച്ചാ അവകാശ തർക്കമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണമായി. എന്താണ്? പിന്തുടർച്ചാ അവകാശ തർക്കം പ്രകാരമാണ് ഇതുണ്ടായത്? രണ്ടാം കർണാട്ടിക് യുദ്ധം ഉണ്ടായത്. ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാരാണ്? റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. റോബർട്ട് ക്ലൈവ് ആണ് എന്ത് ചെയ്തത്? ഡ്യൂപ്പിയെ പറ്റി നേരത്തെ പറഞ്ഞു, ഫ്രഞ്ച് ഗവർണർ ആയിരുന്നു. ഇപ്പൊ പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ്? ബ്രിട്ടീഷ് സൈന്യത്തെ, ആർമിയെ നയിച്ചത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. പഠിച്ചു വെച്ചു. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ചരിത്രത്തിൽ നിന്ന് വരാൻ നല്ലൊരു ചോദ്യമാണ് കേട്ടോ. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ ആർക്കോട്ട് പിടിച്ചെടുത്തപ്പം ഇങ്ങനെയും ചോദ്യം വരാം. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ബ്രിട്ടൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്? ഏതാണ്? ആർക്കോട്ടാണ് പിടിച്ചെടുത്തത്. ഏതാണ്? ആർക്കോട്ടാണ് പിടിച്ചെടുത്തത്. ആർക്കോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായ എന്താണ്? പിന്തുടർച്ച അവകാശ തർക്കമാണ് രണ്ടാം കർണാടിക് യുദ്ധം ഉണ്ടാവാൻ കാരണമായത്. അപ്പം ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വർഷം 4954
ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായതാണ് പിന്തുടർച്ച അവകാശ തർക്കം കാരണമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം ഉണ്ടായത്. ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചവരാണ് റോബർട്ട് ക്ലൈവ് ആണ്. ഫലമായി എന്താണ് ആർക്കോട്ട് പിടിച്ചെടുത്തു. ആദ്യത്തിൽ നമ്മൾ മദ്രാസ് ആണ് പറഞ്ഞെങ്കിൽ ഇതെന്ത് ബ്രിട്ടൻ പിടിച്ചെടുത്തു, ആർക്കോട്ട് പിടിച്ചെടുത്തു. അതെവിടെയാണ് ആർക്കോട്ട് എന്ന് പറയുന്നത്? കർണാടകയിലാണ്. ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഓർത്തിരിക്കാം. അപ്പൊ ഒന്നുണ്ട് നമുക്ക് ഏതാണ്? പോണ്ടിച്ചേരി സന്ധിയാണ് കേട്ടോ. പോണ്ടിച്ചേരി സന്ധിയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് എന്ന് പറയുന്നത് പോണ്ടിച്ചേരി സന്ധി. നമ്മൾ നേരത്തെ ഒരു സന്ധി പറഞ്ഞായിരുന്നു, പേര് മറക്കല്. ഓക്കെ, ആക്ച്വൽ ചാപ്പിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ ഏതാണ് പറയുന്നത്? പോണ്ടിച്ചേരി സന്ധിയാണ് കേട്ടോ. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണം ഏത് സന്ധിയാണ്? പോണ്ടിച്ചേരി സന്ധിയാണ്. വർഷം അവസാനിക്കുമ്പോൾ തന്നെയാണ് എന്താണ് 1754. 48 മുതൽ 54 വരെയാണ് നമ്മൾ പഠിച്ചതാണ്. 49 മുതൽ 54 വരെയാണ് നമ്മൾ പഠിച്ചതാണ്. ഉൾപ്പെട്ട സ്ഥലം എവിടെയാണ്? പുതുച്ചേരിയിലാണ് കേട്ടോ. പോണ്ടിച്ചേരി സന്ധിയുടെ ഫലമായി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ബ്രിട്ടനും ഫ്രാൻസും ധാരണയിലായി. ഓക്കെ, അത് ഏത് വഴി? പോണ്ടിച്ചേരി സന്ധി പ്രകാരമാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ പൊതുകാര്യങ്ങൾ ആരിടപെടില്ല? ബ്രിട്ടനും ഫ്രാൻസും ഇടപെടില്ല എന്ന ധാരണ ഏത് പ്രകാരം? പോണ്ടിച്ചേരി സന്ധി. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, ഏത് സന്ധി പ്രകാരമാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ബ്രിട്ടനും ഫ്രാൻസും ധാരണയിലെത്തിയത്? ഏതാണ്? പോണ്ടിച്ചേരി സന്ധി പ്രകാരമാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്ന കർണാട്ടിക് യുദ്ധം, മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധമാണ് കേട്ടോ. കാലഘട്ടം ഏതാണ്? 58 63 അപ്പൊ 46 48 49 54 ഇപ്പൊ ഇതായി ഈ പറയുന്ന പോലെ 58 63. അപ്പൊ മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധമാണ്. ഫ്രാൻസിന് കൊടുത്ത ലൂയിസ്ബർഗ് 58 ആര് പിടിച്ചെടുത്തായിരുന്നു? ബ്രിട്ടൻ തിരിച്ചു പിടിച്ചെടുത്തായിരുന്നു അല്ലെ. അപ്പൊ 56 ഇംഗ്ലണ്ടും ഫ്രാൻസിലും നടന്ന സപ്തവത്സര യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു ഇതെന്ന് പറയുന്നത് കർണാട്ടിക് യുദ്ധം, മൂന്നാം കർണാട്ടിക് യുദ്ധം. അപ്പം 1756 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന സപ്തവത്സര യുദ്ധത്തിന്റെ അനന്തരഫലമാണ് ഇത് മൂന്നാം കർണാട്ടിക് യുദ്ധം. മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണർ ആരാണ്? കൗണ്ട് ഡി ലാലിയാണ് കേട്ടോ. കൗണ്ട് ഡി ലാലി ആയിരുന്നു ഫ്രഞ്ച് ഗവർണർ. അപ്പൊ ആദ്യത്തെ കാത് നമ്മൾ പഠിച്ചായിരുന്നു. രണ്ടാമത്തെ ആരെ പറ്റി പഠിച്ചായിരുന്നു? റോബർട്ട് ക്ലൈവിനെ പറ്റി പഠിച്ചായിരുന്നു. ഇപ്പൊ ആരെ പറ്റിയാണ് പഠിക്കുന്നത്? കൗണ്ട് ഡി ലാലി. കൗണ്ട് ഡി ലാലിയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണർ എന്ന് പറയുന്നത്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിലെ ഫലമായി സെന്റ് ജോർജ് കോട്ട ഫ്രഞ്ചുകാർ എന്ത് ചെയ്ത് പിടിച്ചെടുത്തു? മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ഏത് കോട്ടയാണ് പിടിച്ചെടുത്തത്? സെന്റ് ജോർജ് കോട്ടയാണ് കേട്ടോ. ആദ്യം മദ്രാസിനെ പറ്റി പറഞ്ഞു, രണ്ടാമത്തിൽ ആർക്കോട്ടിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ എന്താണ്? സെന്റ് ജോർജ് കോട്ടയാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി സെന്റ് ജോർജ് കോട്ട ആര് പിടിച്ചെടുത്തു? ഫ്രഞ്ചുകാർ പിടിച്ചെടുത്തു. ആദ്യം ഫ്രഞ്ചുകാര് മദ്രാസ് പിടിച്ചെടുത്തു, രണ്ടാമത്തിൽ ആർക്കോട്ട് ബ്രിട്ടൻ പിടിച്ചെടുത്തു, മൂന്നാമതായപ്പോ ഏതാണ്? സെന്റ് ജോർജ് കോട്ട ആര് പിടിച്ചെടുത്തു? ഫ്രഞ്ചുകാർ പിടിച്ചെടുത്തു. അപ്പം ഇന്ത്യയിലെ ബ്രിട്ടനും അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലണ്ടുകാരും ബ്രിട്ടനും ആരും തമ്മിലാണ് ഈ പറയുന്ന നമ്മുടെ ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണെന്ന് വിളിക്കുന്ന കർണാട്ടിക് യുദ്ധം. 1 പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു. ഓക്കെ, പാരീസ് ഉടമ്പടി. അപ്പം ആദ്യത്തിൽ ആക്സല ചാപ്പൽ പഠിച്ചു, രണ്ടാമത്തിൽ പോണ്ടിച്ചേരി പഠിച്ചു, മൂന്നാമത്തിൽ ഏതാണ് വരുന്നത്? പാരീസ് ഉടമ്പടിയാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത്? പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി ഒപ്പിട്ട വർഷം 1763. ഓക്കെ, പറഞ്ഞു യുദ്ധം അവസാനിക്കുമ്പോഴായിരിക്കും സന്ധിയിൽ ഏർപ്പെടുന്നത് അല്ലെ. പാരീസ് ഉടമ്പടി പ്രകാരം ഫ്രഞ്ച് പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തു? കൈമാറി. ഫ്രഞ്ച് പ്രദേശങ്ങൾ ആർക്ക് കൈമാറി? ബ്രിട്ടീഷുകാർക്ക് കൈമാറി. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ ആ ടോപ്പിക്ക് കഴിഞ്ഞ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഏത് പഠിച്ചു? കർണാട്ടിക് യുദ്ധങ്ങൾ പഠിച്ചു. നമുക്ക് ചരിത്രത്തിൽ നിന്ന് എന്ത് ചെയ്യാം? ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ യൂറോപ്യന്മാരുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്നത് എന്താണ്? കർണാട്ടിക് യുദ്ധം. ഓക്കെ അല്ലേ? നമ്മൾ അടുത്തിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ശരി, എന്താണ് വെർണാക്കുലർ പ്രസ് ആക്ട് കേട്ടോ? അപ്പൊ ആദ്യം പഠിക്കേണ്ട വർഷമാണ് 1878 വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത്. 1878. ഓക്കെ, ഇന്ത്യൻ ഭാഷയിലുള്ള, ഇംഗ്ലീഷ് ഇതര ഭാഷയിലുള്ള, അങ്ങനെയും പറയാം, ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷയിലുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തെ വെട്ടിക്കുറയ്ക്കുന്നതിനായുള്ള നിയമമാണ് എന്തെന്ന് പറയുന്നത്? വെർണാക്കുലർ പ്രസ് ആക്ട്. വെർണാക്കുലർ പ്രസ് ആക്ട് ഏത് വർഷം? 1878. ഓക്കെ, പ്രാദേശിക ഭാഷയിലുള്ള പത്രങ്ങളിൽ ഉണ്ടായ വളർച്ച ജനങ്ങളെ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാർക്ക് അറിയാം. നിങ്ങൾക്കറിയാം അല്ലെ? കേരളത്തില് അന്നത്തെ കാലഘട്ടത്തിൽ കേട്ടോ 1878 ഇംഗ്ലീഷിൽ ഒരു പത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര പേർക്ക് അത് വായിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇന്ന് തന്നെ വളരെ കുറച്ച് പേരാണ് ഇംഗ്ലീഷ് പത്രമൊക്കെ ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി, ആർക്കും അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയണമെന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യില്ല? പത്രം വായിക്കത്തില്ല. ബ്രിട്ടീഷുകാരുടെ ചൂഷണവും അവരുടെ കാര്യങ്ങളൊന്നും ആരറിയത്തില്ല. ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതൊന്നും ആരറിയില്ല, സാധാരണക്കാരെ അറിയില്ല. പക്ഷേ ഏതാണ്? പ്രാദേശിക ഭാഷയിൽ പത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാവർക്കും ബ്രിട്ടീഷുകാർ എന്താണോ ചെയ്യുന്നത് അവരുടെ കള്ളത്തരങ്ങളും അവരുടെ രീതികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെ തുടർന്ന് എന്ത് ചെയ്യും? അവർ എന്ത് നിരോധിക്കും? ഇംഗ്ലീഷ് ഒഴികെയുള്ള ബാക്കി പ്രാദേശിക ഭാഷയിലെ പത്രങ്ങൾ എന്ത് ചെയ്യും? നിരോധിക്കും അല്ലെ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അതോടെ ആളുകൾ എന്ത് ചെയ്തു? പതുക്കെ അവരുടെ അവകാശങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. ഇത് തടയാൻ 1878 ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ആരാണ്? ലിൻഡൻ പ്രഭു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 78 ആണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ എന്താണ്? ലിൻഡൻ പ്രഭു ആയിരുന്നു എന്ത് ചെയ്തത്? ഈ നിയമം കൊണ്ടുവന്നത്. അപ്പൊ ലിൻഡൻ പ്രഭു ആണ് ഏത് നിയമം കൊണ്ടുവന്നത്? വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത്. ഇംഗ്ലീഷ് ഭാഷാ പ്രസിദ്ധീകരണങ്ങളെ ഈ നിയമത്തിന്റെ പരിധി നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇംഗ്ലീഷ് എന്ത് ചെയ്യാം? ഭാഷാ പത്രങ്ങൾക്ക് അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ എന്ത് ചെയ്യാം? അത് നടത്തുന്ന വഴി പ്രശ്നമൊന്നുമില്ല. ഏതാണ്? പ്രാദേശിക ഭാഷയിലെ കാര്യങ്ങൾ മാത്രമാണ് വെർണാക്കുലർ പ്രസ് ആക്ട് വഴി എന്ത് ചെയ്ത് നിരോധിച്ചിരുന്നത് കേട്ടോ. ലിൻഡൻ പ്രഭു പഠിക്കുക, വർഷം പഠിക്കുക കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കാം.
ശരി, ഇനി കുറച്ച് പത്രങ്ങൾ നമുക്ക് പഠിക്കാം. പത്രങ്ങളാണല്ലോ പറഞ്ഞു വരുന്നത്, കുറച്ച് പത്രങ്ങൾ പഠിക്കാം. അയർലൻഡുകാരനായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആയിരുന്നു ഈ പത്രം സ്ഥാപിച്ചതാണ് ബംഗാൾ ഗസറ്റ്. ഓക്കെ, ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എന്നറിയപ്പെടുന്നത്. അപ്പം അയർലൻഡുകാരനായ ജെയിംസ് എന്താണ് അഗസ്റ്റസ് ഹിക്കി ആണ് ഇത് പത്രം. രണ്ടാമത്തെ ചോദ്യം, ആദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഇതാണ് ബംഗാൾ ഗസറ്റ് ആണ്. അയർലൻഡുകാരനായ ഇതാണ്, അയർലൻഡ് അതിനകത്ത് വരുന്നത് ബ്രിട്ടനകത്ത് വരുന്നതാണ് അയർലൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അയർലൻഡ് എന്ന് പറയുന്നത് ഇതാണ്. അയർലൻഡുകാരനായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണ് ഇത് കൊണ്ടുവരുന്നത് ബംഗാൾ ഗസറ്റ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. 1780 ജനുവരി 29 പ്രസിദ്ധീകരണം ആരംഭിച്ചു. രണ്ടാമത്തെ വർഷമാണ് എന്നാണ് 1780 ജനുവരി 29 ഈ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു പ്രസിദ്ധീകരണം. കൊൽക്കത്തയിൽ നിന്നും പ്രസിദ്ധീകരിച്ചു. അടുത്ത ചോദ്യം കൊൽക്കത്ത കിട്ടി. കൽക്കത്ത ജനറൽ എന്താണ് അഡ്വൈസർ എന്നും ഇതിനറിയപ്പെടുന്നു. ഇതിന്റെ വേറെ പേരെന്താണ്? കൽക്കത്ത ജനറൽ അഡ്വൈസർ എന്നും എന്ത് ചെയ്യുന്നു? അഡ്വൈസർ എന്നും ഇതിനറിയപ്പെടുന്നു. 1782 മാർച്ച് 23 ഈ പത്രം പ്രസിദ്ധീകരണം നിർത്തി. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്, നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവാം. ഇന്ത്യയിലാദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് പഠിച്ചു കഴിഞ്ഞു. ആര് കൊണ്ടുവന്നു, അല്ലെങ്കിൽ സ്ഥാപകൻ ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഈ വർഷം ഏതാണ്? 1780 ജനുവരി 29 ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. കൊൽക്കത്തയിലാണ്. ഇതിന്റെ പേരെന്താണ്? കൽക്കത്ത ജനറൽ അഡ്വൈസർ എന്നും ഇതിന് പേരുണ്ട്. അതുപോലെ തന്നെ എന്താണ് 1782 ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഈ പത്രം പ്രസിദ്ധീകരണം നിർത്തി. നല്ല കുറച്ച് ചോദ്യങ്ങളാണ്. ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാം. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാൻ, ടോപ്പിക് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. നിങ്ങൾക്കറിയാം സിലബസ് വലുതാണ്. ഇപ്പൊ ഇന്ത്യൻ പത്രപ്രവർത്തന ദിനം അങ്ങനെയും ചോദിക്കാം. എന്താണ് ഇന്ത്യൻ പത്രപ്രവർത്തന ദിനം എന്നാണ്? 1780 ജനുവരി 29 ഇന്ത്യയിലെ ആദ്യ പത്രമായി ഇത് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. നമ്മൾ പഠിച്ചതാണ്. ഇതിന്റെ ഓർമ്മയ്ക്കായി ജനുവരി 29 ഇന്ത്യയിൽ എന്താണ്? പത്രദിനമായി ആചരിക്കുന്നു. എന്താണ്? ജനുവരി 29 എന്താണ്? പത്രദിനമായി ആചരിക്കുന്നു. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആയിരുന്നു ഈ പത്രം സ്ഥാപിച്ചത്, നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഈ ദിനം എന്താണ്? ഹിക്കീസ് ദിനമെന്നും അറിയപ്പെടുന്നു. ഹിക്കീസ് ദിനം എന്ന് എന്ത് ചെയ്യുന്നു? ഇതിനെ അറിയപ്പെടുന്നു. അപ്പൊ 2 ചോദ്യം കിട്ടി. ഹിക്കീസ് ദിനം എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ പത്രപ്രവർത്തന ദിനമാണ്. എന്നാണ്? 1780 ജനുവരി 29 ഇത് സ്ഥാപിച്ചത്. ബംഗാൾ ഗസറ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ജനുവരി 29 എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യൻ പത്രപ്രവർത്തന ദിനം. കുറച്ച് നല്ല ചോദ്യങ്ങളുണ്ട്. എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ബംഗാൾ ഗസറ്റിന്റെ കാര്യം പഠിക്കുക, കൊണ്ടുവന്നത് ഡേറ്റ് പഠിക്കുക, ജനുവരി 29 പ്രത്യേകത പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് ഹിക്കീസ് ദിനമെന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഇനി സംവാദ് കൗമുദി. എന്താണ് സംവാദ് കൗമുദിയുടെ പ്രത്യേകത? ബംഗാളി പ്രതിവാര പത്രമായിരുന്നു. ബംഗാളി പ്രതിവാര പത്രമാണ് എന്ന് പറയുന്നത് സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ആണ് ഈ പത്രം. അത് ഇമ്പോർട്ടന്റ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ എന്താണ് പത്രങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിലേതുണ്ട്? സംവാദ് കൗമുദി ഉണ്ട്. 1819 ഈ പത്രം ആരംഭിച്ചത്. അപ്പൊ സംവാദ് കൗമുദി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? രാജാറാം മോഹൻ റോയ്. കാര്യം ഇത് 10ാം ക്ലാസ്സിലെ ടെസ്റ്റിൽ ഈ പറയുന്ന പത്രങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പൊ SCERTയിൽ വരുന്നതാണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. എന്ത് ചെയ്യാം? എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. രാജാറാം മോഹൻ റോയ് ആണ് ഏത് പത്രം ആരംഭിച്ചത്? സംവാദ് കൗമുദി. ഓക്കെ, ഇനി മിറാത്തുൽ അക്ബർ. അപ്പൊ അതാരുടെ ആയിരിക്കാം മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത്? പേര് കേൾക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും മുസ്ലിം നേതാവിന്റെ പേര് താഴെ ഉണ്ടെങ്കിൽ എഴുതും അല്ലേ? തെറ്റാണ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ആ പത്രവും ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് എന്ന് പറയുന്നത് മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ എന്ന് പറയുന്ന ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെ തന്നെയാണ്. 1822. മറ്റേത് എപ്പോഴാണ്? 19. ഇതെപ്പോഴാണ്? 22 എന്ത് ചെയ്ത? 1822 ഏപ്രിൽ 12 ഇത് മിറാത്ത് ഉൽ അക്ബർ രാജാറാം മോഹൻ റോയ് ആരംഭിക്കുന്നത്. പേർഷ്യൻ ഭാഷയിലാണ്. നല്ല ചോദ്യം. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച മിറാത്തുൽ അക്ബർ ഏത് ഭാഷയിലായിരുന്നു? നല്ല ചോദ്യം. ഏതാണ്? പേർഷ്യൻ ഭാഷയിലാണ്. പഠിക്കുക. ഏതാണ്? പേർഷ്യൻ ഭാഷയിലാണ് മിറാത്തുൽ അക്ബർ എന്ന് പറയുന്ന പത്രം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, നല്ല ചോദ്യമാണ്. മിറാത്ത് ഉൽ അക്ബർ രാജാറാം മോഹൻ റോയ് 1822 ഏപ്രിൽ 12 പേർഷ്യൻ. ഓക്കെ അല്ലേ? ശരി. യങ് ഇന്ത്യ. അടുത്ത നല്ല ചോദ്യം. യങ് ഇന്ത്യ ആരുടെ പത്രമാണ്? മഹാത്മാഗാന്ധി ആരംഭിച്ച പത്രമാണ് യങ് ഇന്ത്യ. നിങ്ങൾക്ക് തന്നെ അറിയാം, മഹാത്മാഗാന്ധിയുടെ പത്രം ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1919 എന്ന് പറയുന്ന ഇയർ ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. യങ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? 1919 മഹാത്മാഗാന്ധിയുടെയാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ പത്രം പ്രസിദ്ധീകരിച്ചത്. നല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാം. ഓക്കെ, എന്താണ്? ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു യങ് ഇന്ത്യ. ഗാന്ധി ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കുമോ എന്നൊരു സംശയം നമുക്ക് എന്ത് ചെയ്യാം? വരാം. അതുപോലെ തന്നെ 1932 ഈ പത്രത്തിന്റെ പ്രസിദ്ധീകരണം വിളിച്ചു കേട്ടോ. 3 ചോദ്യങ്ങളാണ്. ഒന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഒന്ന് ഓർത്തിരിക്കുക. ഹരിജൻ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് ഹരിജൻ എന്ന് പറയുന്നത്. 1932 ഏത് നിർത്തി? യങ് ഇന്ത്യ നിർത്തി. 33 ഏത് തുടങ്ങി? ഹരിജൻ ആരംഭിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചു. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇംഗ്ലീഷിൽ ഹരിജൻ എന്നും ഹിന്ദിയിൽ ഹരിജൻ സേവക് എന്നും ഗുജറാത്തിൽ ഹരിജൻ ബന്ധു എന്നൊക്കെ ഏതറിയപ്പെട്ടിരുന്നത് ഈ പറയുന്ന ഹരിജൻ പത്രം കേട്ടോ. ഏതൊക്കെയാണ്? ഇംഗ്ലീഷിൽ ഹരിജൻ എന്നും ഹിന്ദിയിൽ ഹരിജൻ സേവക് എന്നും ഗുജറാത്തിൽ ഏതാണ്? ഹരിജൻ ബന്ധു എന്നാണ് ഇതിനറിയപ്പെട്ടിരുന്നത്. അഹമ്മദാബാദിൽ രൂപീകരിച്ചിരുന്ന നവജീവൻ ട്രസ്റ്റിന് കീഴിലാണ് ഇത് നടത്തിയത്. അപ്പൊ ഈ ചോദ്യം ഞങ്ങളുടെ ഏതാണ്?
അഹമ്മദാബാദിൽ രൂപീകരിച്ചിരുന്ന നവജീവൻ ട്രസ്റ്റിന് കീഴിലാണ് ഏത് നടത്തിയിരുന്നത്? ഹരിജൻ പത്രം നടത്തിയിരുന്നത്. 1948 എന്ത് ചെയ്തു? ആ പ്രവർത്തനം നിർവഹിച്ചു. നിങ്ങൾക്ക് അറിയാം 1948 ആയപ്പോൾ എന്താ അവസാനിച്ചു? ഈ പറയുന്ന ഹരിജൻ എന്ത് ചെയ്തു? അവസാനിച്ചു. ഓക്കെ അല്ലേ? ഹരിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹരിജൻ എന്ന് പറയുന്ന മഹാത്മാഗാന്ധി ആരംഭിച്ച പത്രമായതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹരിജൻ എന്ന് പറയുന്നത്. ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇനി നാട്ടുരാജ്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എന്ന് പറയുന്നത്. ആ ടോപ്പിക് കഴിഞ്ഞോ? പത്രം കഴിഞ്ഞു. പത്രത്തിൽ എല്ലാം പറഞ്ഞിട്ടില്ല, ഒരു 5 ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി സീരീസ് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബാക്കി പത്രങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം. എല്ലാം ഇത് പറഞ്ഞിട്ടില്ല. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇന്ന് ഇന്ത്യയിൽ ഏതാണ് ഫെഡറലിസവും അതുപോലെ തന്നെ എന്താണ് ഇന്ത്യക്ക് ഇത്രയും ഇന്റഗ്രിറ്റി യുണൈറ്റി ഒക്കെ ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ ഇന്ത്യ ഈ കാണുന്ന നിലയിൽ തമ്മിൽ എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് ഒന്നിച്ചു നിൽക്കാൻ കാരണം ഏതാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ്. ഇന്ത്യ ഡെമോക്രസിക്ക് എന്താണ് ഒരു വെല്ലുവിളി ആവും എന്നൊക്കെ അവർ വിചാരിച്ച കാര്യമാണ്. പക്ഷെ എന്താ ഉണ്ടായില്ല? ഈ പറയുന്ന സംയോജനം വഴി ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് എന്ത് ചെയ്തോളൂ? ഇന്ത്യയുടെ ഐക്യത്തെ കുറച്ചുകൂടെ എന്ത് കൂട്ടിയിട്ടേ ഉള്ളൂ. അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 560+ നാട്ടുരാജ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം നൽകിയതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അത് പഠിച്ചു വയ്ക്കുക. എന്താണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആരാണ് നേതൃത്വം കൊടുത്തത്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യ സംയോജനത്തിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന മലയാളിയാണ് ആര്? VP മേനോൻ. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഒരുപാട് തവണ PSC ചോദിച്ചാണ്. SCERT ടെക്സ്റ്റ് ബുക്കിലും ഈ 2 പേരെ പേരും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കൊടുത്തിട്ടുണ്ട്, ചോദിക്കാം. നാട്ടുരാജ്യ സംയോജനത്തിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന മലയാളി ആരാണെന്ന് ചോദിച്ചാൽ VP മേനോനാണ്. VP മേനോനാണ്. പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഈ 3 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? അപ്പൊ ചോദിക്കാം, ഈ പറയുന്ന എന്താണ് പുസ്തകം അല്ലെങ്കിൽ ഗ്രന്ഥം ആരെഴുതിയതാണ്? ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, സംയോജനമായ ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ സംയോജനം എന്താണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാരാണ്? 2 പുസ്തകമാണ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സും ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാരാണ്? VP മേനോനാണ്. VP മേനോൻ ഞാൻ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, SCERT 10ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പഠിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് VP മേനോനാണ്. 1952 ഒഡീഷ ഗവർണർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? VP മേനോൻ എന്ന് പറയുന്നത് ഒഡീഷ ഗവർണർ ആയിരുന്നു. അതിന് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്ത് ചോദിക്കാം? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു ഹൈദരാബാദും കാശ്മീരും ജുനഗഡ്. അത് പഠിച്ചു വെച്ചോ. ഈ പറയുന്ന 565 ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴായിട്ട് അവർ എന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. പക്ഷെ വിസമ്മതിച്ച 3 പേരാണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്ന് പറയുന്ന 3 പേര്. ജനഹിത പരിശോധന നടത്തി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിക്കാം. ഗുജറാത്തിൽ ഏതാണ്? ജുനഗഡ് ആണ് കേട്ടോ. അപ്പൊ ജനഹിത പരിശോധന നിങ്ങൾക്ക് അറിയാലോ എന്താണ്? ആൾക്കാരുടെ അഭിപ്രായം തേടും. എവിടെയാണ് ഇന്ത്യയിൽ ചേരണോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരണോ എന്ന് എന്ത് ചെയ്യാം? അഭിപ്രായങ്ങൾ. അപ്പം എന്താണ്? ജനഹിത പരിശോധന നടത്തി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഇത് ജുനഗഡ്. അപ്പൊ അത് ഏതിൽ ചേർന്നു? ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. ഹൈദരാബാദിനെ 1948 സെപ്റ്റംബർ 17 ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർന്ന നടപടിയാണ് ഇത് ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ എന്താണ്? ഹൈദരാബാദിനെ 1948 സെപ്റ്റംബർ 17 എന്തിൽ ചേർത്തു? ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. ഏത് വഴി? ഓപ്പറേഷൻ പോളോ. ഓക്കെ, തുടർന്ന് 1949 നവംബർ 23 ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായി മാറിയത് കേട്ടോ. ഓക്കെ, നടപടി എന്നാണ്? ഈ പറയുന്ന ഓപ്പറേഷൻ പോളോ എന്നാണ് 1948 സെപ്റ്റംബർ 17 എന്നാണ് ഹൈദരാബാദ് എന്ത് ചെയ്തത്? ഇന്ത്യയുടെ ഭാഗമായത് 49 നവംബർ 23 അപ്പൊ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയെങ്കിലും ഈ പറയുന്ന എന്നാണ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ കൂടിച്ചേർന്ന് എപ്പോഴാണ് കൂട്ടിച്ചേർത്തത്? 1949 നവംബർ 23 ഓർത്തിരിക്കുക. ഹൈദരാബാദും ജുനഗഡും കാശ്മീരും ഇവിടെ ചേർന്നില്ല, ഇന്ത്യൻ യൂണിയനിൽ ചേർന്നിരുന്നില്ല. അവർക്ക് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് സ്വതന്ത്രമായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളാണ് ഈ പറയുന്നവർ. ഒന്നുകിൽ പാകിസ്ഥാനിൽ പോകണമെന്നോ അല്ലെങ്കിൽ എന്താണ് സ്വതന്ത്രമായിട്ട് നിൽക്കണം, ഒരു യൂണിയനിലും ചേരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു ഈ പറയുന്ന 3 ഓക്കെ. കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവാണ് ഹരിസിംഗ് എന്ന് പറയുന്നത്. ചോദിക്കാം. ഓക്കെ, എന്താണ്? കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവാണ് ഈ പറയുന്ന ഹരിസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ജനഹിത പരിശോധന നടത്തിയത് എവിടെയാണ്? ജുനഗഡ് ആണ്. ഓപ്പറേഷൻ പോളോ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാശ്മീരിനെ ഇന്ത്യയോട് ചേർത്ത ഏതാണ്? ഹരിസിംഗ് ആണ്. രാജാവാരാണ്? ഹരിസിംഗ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ VP മേനോനെ പറ്റി പഠിച്ചു, അതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ പറ്റി പഠിച്ചു. ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയിട്ടും ഇന്ത്യയിൽ അവശേഷിച്ചിരുന്ന 2 വിദേശികൾ ആരൊക്കെയാണ്? ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി എത്തിയതും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ അവസാനമായി പോയതുവരാണ് പോർച്ചുഗീസുകാരാണ്. പഠിച്ചു വെച്ചോ. ഇന്ത്യയിൽ 1498 ഇന്ത്യയിൽ എത്തിയതും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനം 1961 ഇന്ത്യയിൽ നിന്ന് പോയത് ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. അപ്പം 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിടുകയും ഫ്രഞ്ച് അധീനതയിൽ ഉണ്ടായിരുന്ന ഏതൊക്കെ പ്രദേശമാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഫ്രഞ്ച് അധീനതയിൽ ഉണ്ടായിരുന്നത് ചോദിക്കാം. മാഹി, പോണ്ടിച്ചേരി,
കാരക്കൽ, യാനം ഇതൊക്കെ ആരുടെ കയ്യിലായിരുന്നു? ഫ്രാൻസിന്റെ കയ്യിലായിരുന്നു. എന്ന് വരെ 1954 47 സ്വാതന്ത്ര്യം കിട്ടിയ ബ്രിട്ടൻ സ്വാതന്ത്ര്യം തന്നെങ്കിലും മാഹിയും പോണ്ടിച്ചേരിയും കാരക്കലും യാനും ആരുടെ കയ്യിലായിരുന്നു? ഫ്രാൻസിന്റെ കയ്യിലായിരുന്നു. 1954 കർണാടകയ്ക്ക് വാറ് പഠിച്ചല്ലോ. അവർ അന്ന് മുതലേ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ ആരുടെയിലായിരുന്നു? 1954 വരെ ഫ്രാൻസിന്റെ കയ്യിലായിരുന്നു. കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മാഹിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ മയ്യഴി മഹാജനസഭയായിരുന്നു. അപ്പൊ അത് ഓർത്തിരിക്കുക. എന്താണ്? കേരളത്തില് എന്താണ്? ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്നു എന്ന് പറയുന്ന മാഹി. മാഹിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മയ്യഴി മഹാജനസഭയാണ്. മയ്യഴി മഹാജനസഭയാണ്. പേര് പഠിച്ചു വെച്ചാൽ എന്താണ്? മയ്യഴി മഹാജനസഭയാണ്. അപ്പം മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിക്കാം. ആരാണ്? AK കുമാരനാണ്. IK കുമാരനാണോ? AK അല്ല, IK കുമാരനാണെന്ന് പറയുന്നത് മയ്യഴി ഗാന്ധി. നല്ല ചോദ്യമാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? IK കുമാരൻ. IK കുമാരനാണ് എന്തെന്ന് പറയുന്നത്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പോർച്ചുഗൽ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഗോവയും ദാമൻ ദ്വീപാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഫ്രാൻസ് പഠിച്ചു. ഇതാണ് ഗോവയും ദാമൻ ദ്വീപ് ആരെങ്കിലായിരുന്നു? പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. ഓപ്പറേഷൻ വിജയ് നേരത്തെ പഠിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. പോളോ നമുക്ക് ഓർമ്മയുണ്ട്. ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പോളോ. പക്ഷേ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യക്കാർ ഗോവ പിടിച്ചെടുത്തതിലൂടെ 1900 ഓപ്പറേഷൻ പോളോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോർച്ചുഗീസിൽ നിന്നും എന്താണ് ഇന്ത്യൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇത് വിജയ് എന്ന് പറയുന്നത്. 1961 പോർച്ചുഗീസുകാർ ഇന്ത്യ എന്ത് ചെയ്യും? വിടുകയും ചെയ്തു. അപ്പൊ ഏറ്റവും അവസാനം ഇന്ത്യ വിട്ട് പോയതാരാണ്? പോർച്ചുഗീസുകാരാണ്. 1498 വാസ്കോഡഗാമ വന്ന് ഇറങ്ങിയതിനു ശേഷം ഏകദേശം 1961 ആരുണ്ടായിരുന്നു? ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. ഓക്കെ. ഗോവയുടെ വിമോചനം നടന്ന വർഷം 1961 ബ്രിട്ടീഷുകാരെ നമ്മുടെ പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ട് പോകുന്നത്. നല്ല ചോദ്യങ്ങളാണ്, പഠിച്ചു വെക്കുക. ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ഓക്കെ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാഭ്യാസത്തെ പറ്റിയാണ് കേട്ടോ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞതാണ് ഡോക്ടർ DS കൗത്താരി കേട്ടോ. ഇന്ത്യസ് ഡെസ്റ്റിനി ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ഹർ ക്ലാസ് റൂം എന്ന് പറഞ്ഞത് ആരാണ്? ഈ പറയുന്നത് ഡോക്ടർ DS കൗത്താരി ആണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്യാം? ഏത് പരീക്ഷയ്ക്ക് വേണോ ചോദിക്കാം. അപ്പൊ എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റി പഠിക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് സ്വന്തം കിട്ടിയ ശേഷമുള്ള 3 കമ്മീഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 സർവകലാശാല വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചായിരുന്നു പഠന ലക്ഷ്യം എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC നിലവിൽ വന്നതിന് കാരണം, രൂപീകരിക്കാൻ കാരണം ഏത് കമ്മീഷനാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഓർത്തിരിക്കുക, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അതുപോലെ തന്നെ UGC രൂപീകരിച്ച വർഷം 1953 രാധാകൃഷ്ണൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഡോക്ടർ രാധാകൃഷ്ണൻ ആരാണ്? ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ് ആണ് എന്ന് പറയുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ. ഭാരത് രത്നയൊക്കെ കിട്ടിയ വ്യക്തിയാണ്. ഓക്കെ. അതുപോലെ തന്നെ UGC രൂപീകരിച്ച വർഷം 1953 56 അത് എന്ത് ചെയ്തു? നിലവിൽ വരികയും ചെയ്തു. ഓക്കെ. ഡോക്ടർ അടുത്തതാണ് എന്ന് പറയുന്നത് ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. 2ാമത്തെ 48 നമ്മൾ ഏത് പഠിച്ചു? രാധാകൃഷ്ണൻ കമ്മീഷൻ പഠിച്ചു. 52 ഏത് വരുന്നു? ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ 52 വരുന്നു. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പഠിക്കുന്ന ഏതിലായിരുന്നു? അപ്പൊ സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റി പഠിച്ചത് ആരാണ്? നമ്മുടെ ലക്ഷ്മണ സ്വാമി മുതലിയാരാണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത് ആരാണ്? ഇദ്ദേഹമാണ്. ത്രിഭാഷ നമുക്കറിയാം. നമ്മൾ പ്രാദേശിക നമ്മൾ സ്കൂളൊക്കെ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ഇംഗ്ലീഷ് പഠിച്ചു, മലയാളം പഠിച്ചു, ഹിന്ദി പഠിച്ചു അല്ലെ. അതുപോലെ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത് ആരാണ്? ഈ പറയുന്ന ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ആണ് അല്ലെ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം എന്നതായിരുന്നു പ്രധാന ശുപാർശ. ആരാണ്? ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ 52 വന്നു. ആരാണ്? 64 ഏത് വന്നു? കൗത്താരി കമ്മീഷൻ. ഡോക്ടർ DS കൗത്താരി കമ്മീഷൻ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശമായിരുന്നു ലക്ഷ്യം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നതായിരുന്നു പുതിയ പ്രധാന ശുപാർശ. എനിക്കറിയാം ഇപ്പൊ പുതിയ എഡ്യൂക്കേഷനൊക്കെ വരികയും ഇന്റഗ്രേഷനൊക്കെ വരികയും ഡിഗ്രി ഒക്കെ 4 വർഷമായി അങ്ങനെ പല കോഴ്സുകൾ വരുന്നുണ്ട് അല്ലേ. അത് പുതിയ ഏതായിരിക്കും? എഡ്യൂക്കേഷന്റെ 2020 വന്ന പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമാണ് ആ മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ ഇതുപോലെ ഇത് 1964 കൊണ്ടുവന്ന മാറ്റമാണ്. നിങ്ങൾക്കറിയാം 10 കഴിഞ്ഞ് +2 അതിന് 3 വർഷം ഇത് ഡിഗ്രി. 10+2+3 എന്ന് പറയുന്ന മാതൃക ആര് കൊണ്ടുവന്നതാണ്? ഈ പറയുന്ന ഡോക്ടർ S കൗത്താരി കൊണ്ടുവന്നതാണ്. ഏത് വർഷം? 1964 അതൊന്ന് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് 3 48 ഏത് വന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 52 ഏത് വന്നു? ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. 64 ഏത് വന്നു? ഡോക്ടർ DS കൗത്താരി കമ്മീഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓർത്തിരിക്കുക. ഓക്കെ. ഇനി നമുക്ക് കാറ്റിനെ കുറിച്ച് പഠിക്കാം. കാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. കാറ്റ് എന്ന് പറയുന്നത് ജിയോഗ്രഫിയിലെ ഒരു ടോപ്പിക്കാണ്. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വായുവിന്റെ തിരശ്ചീനമായ ചലനമാണ് എന്ന് പറയുന്നത് കാറ്റിൽ. ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ഏതാണ്? ഈ പറയുന്ന ലോ പ്രഷർ റീജിയനിലേക്ക് തിരശ്ചീനമായുള്ള എന്താണ്? കാറ്റിന്റെ അല്ലെങ്കിൽ എന്താണ്? വായുവിന്റെ തിരശ്ചീനമായ എന്താണ് ചലനത്തെ എന്ത് വിളിക്കുന്നു? കാറ്റ് എന്ന് വിളിക്കുന്നു.
അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ജിയോഗ്രഫി ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം ജിയോഗ്രഫി എന്ന് മറ്റേ 5 മാർക്കിന് ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും വരാറുണ്ട്. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിന്റെ തിരശ്ചീനമായ ചലനമാണ് എന്ത്? കാറ്റ്. ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്ക് തിരശ്ചീനമായ വായുവിന്റെ മൂവ്മെന്റ് എന്ത് വിളിക്കാം? കാറ്റ് എന്ന് വിളിക്കാം. കാറ്റിനെ കുറിച്ചുള്ള പഠനം എന്താണ്? അനിമോളജി ആണ്. അനിമോളജി എന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നത്? കാറ്റിനെ കുറിച്ചുള്ള പഠനത്തെയാണ് അനിമോളജി എന്ന് വിളിക്കുന്നത്. കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ ആണ് കേട്ടോ. അനിമോളജിയും അതുപോലെ അനിമോമീറ്ററും പഠിച്ചു വയ്ക്കുക. അനിമോളജിയും അതുപോലെ അനിമോമീറ്ററും പഠിച്ചു വയ്ക്കുക. കാറ്റിന്റെ വേഗത അളക്കാനാണ്, സ്പീഡ് അളക്കാനാണ് അനിമോളജി എന്ന് പറയുന്നത്. കാറ്റിന്റെ ദിശ അളക്കാൻ എന്തായിരിക്കും? വിൻഡ് വെയിൻ ആണ്. പഠിച്ചു വയ്ക്കുക. 3 ചോദ്യങ്ങൾ പറഞ്ഞു പോയി കേട്ടോ. 3 ചോദ്യങ്ങൾ പറഞ്ഞു പോയി. 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വയ്ക്കുക. പെട്ടെന്ന് പോവാണ്. ആഗോളവാതകങ്ങൾ. ഓക്കെ, ആഗോളവാതകങ്ങൾ അല്ലെങ്കിൽ എന്താണ്? സ്ഥിരവാതകങ്ങൾ, പെർമനന്റ് വിൻസ് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഗ്ലോബൽ എന്താണ് വിൻസ് ഏതൊക്കെയാണ് നോക്കാം. ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്ക്. ഉച്ചമർദ്ദം എന്ന് വെച്ചാൽ ഹൈ പ്രഷർ റീജിയനും ന്യൂനമർദ്ദം എന്ന് വെച്ചാൽ എന്താണ്? ലോ പ്രഷറാണ്. അപ്പൊ ആദ്യം അത് പഠിക്കുക. ഉച്ചമർദ്ദം എന്ന് വെച്ചാൽ ഹൈ പ്രഷറും ന്യൂനമർദ്ദം എന്താണ്? ലോ പ്രഷർ ആണ്. അപ്പൊ ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ മേഖലയിലേക്ക് വീശുന്ന വാതകങ്ങൾ എന്ത് വിളിക്കാം? ആഗോളവാതകങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാതകങ്ങൾ എന്ന് വിളിക്കാം. വർഷം മുഴുവനും ഒരേ വേഗതയിൽ ഒരേ ദിശയിൽ തന്നെയായിരിക്കും വീശുന്നത്. അപ്പം ആഗോളവാതകങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാതകങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആണ്. പഠിച്ചു വെച്ചതെന്നാണ്? വർഷം മുഴുവനും ഒരേ ദിശയിൽ ഒരേ എന്താണ്? വേഗതയിൽ തന്നെയായിരിക്കും വീശുന്നത്. ഇവ വീശുന്നതും അതുകൊണ്ടാണ് ഇവ വീശുന്നത് അതുകൊണ്ടാണ് ഇവ സ്ഥിരവാതകങ്ങൾ എന്ന് അറിയാം. നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നത്? സ്ഥിരമായിട്ട് എന്താണ്? ഒരേ ദിശയിൽ ഒരേ വേഗതയിലും വീശുന്നതുകൊണ്ട് എന്ത് വിളിക്കുന്നു? സ്ഥിരവാതകങ്ങൾ എന്ന് വിളിക്കുന്നു. ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് നമ്മൾ പറഞ്ഞാണ് ഇത് വീശുന്നത്. ഈ പറയുന്ന ആഗോളവാതകങ്ങൾ വീശുന്നത്. അപ്പൊ ഈ പറയുന്ന ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന്റെ ഇടയിലാണ് ഇത് വീശുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് നോക്കാം. ഇതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന സ്ഥിരവാതകങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരേ എന്താണ് പ്രഷർ ബെൽറ്റിന്റെ അടിസ്ഥാനത്തിൽ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ആദ്യം നടുക്കുന്നുണ്ട് 0 ഡിഗ്രിയിൽ ഏത് വരുന്നുണ്ട്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ എന്താണ് അതിനെന്ത് വിളിക്കാം? ഈ പറയുന്ന ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ലോ പ്രഷർ എന്ന് പറയുമ്പോൾ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കാം. ഇവിടെ 30 ഡിഗ്രിയിൽ ഏത് വരുന്നുണ്ട്? സബ്പോളാർ അല്ലെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല വരുന്നുണ്ട്. 60 എന്ത് വരുന്നുണ്ട്? ഈ പറയുന്ന സബ്പോളാർ ഉപദ്രവീയ എന്താണ്? ലോ പ്രഷർ ആകുമ്പോൾ എന്ത് വരും? ന്യൂനമർദ്ദ മേഖലയാണ്. അപ്പം 90 ഡിഗ്രിയിൽ ഏത് വരും? ഏതാണ് വരുന്നത്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇതിനെ തിരിച്ചിട്ടുണ്ട്. മുകളിലോട്ട് 0 ഡിഗ്രി മുകളിലോട്ട് എന്താണ്? ഇവിടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കാറ്റ് വീശുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുക. ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആണ് കാറ്റ് വീശുന്നത്. ഇവിടെ കണ്ടോ? ഹൈ പ്രഷർ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. ഇത് കണ്ടോ? ഇവിടെ ലോ പ്രഷർ ആണ്. അപ്പൊ ഹൈ പ്രഷർ എന്ത് ചെയ്യും? ലോ പ്രഷറിൽ കാറ്റ് വീശും. ഇവിടെ ഹൈ പ്രഷർ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. ഇവിടെ ഹൈ പ്രഷർ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. ഇവിടെ ഹൈ പ്രഷർ ആണ്. ഇവിടെ നിന്ന് ലോ പ്രഷറിലോട്ട് കാറ്റ് വീശും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കാറ്റ് വീശുന്നത്. ഇങ്ങനെയാണ് കാറ്റ് വീശുന്നത്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. പിന്നെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പറയുന്ന കാറ്റ് വളയാനും കാറ്റിന്റെ സ്പീഡ് കുറയാനൊക്കെ ആയിട്ട് പല ഫാക്ടേഴ്സ് ഉണ്ട്. കൊറിയോളിസ് എഫക്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് അടുത്ത വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതൊരു വലിയ ടോപ്പിക്കാണ്. ശരി, എന്താണ്? ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഇത് വീശുന്നത്. ഈ പറയുന്ന ആഗോളവാതകങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാതകങ്ങൾ അത് വീശുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞതിൽ നിന്നും ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വറ്റോറിയൽ ഇതിന്റെയൊക്കെ മലയാളം പഠിച്ചു വെക്കുക കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. നമ്മൾ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് തന്നെ ഒരു ക്ലാസ് തന്നെ നമുക്ക് എന്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. കാറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി വാണിജ്യവാദങ്ങൾ എന്താണ്? ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ, ഇതാണ് ഭൂമധ്യരേഖ. നിങ്ങൾക്ക് അറിയാം. ഭൂമധ്യരേഖയുടെ 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ. ഇതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അപ്പം ഇവിടെ ഇത്രയും വീശുന്ന ഈ ഒരു ഏരിയയിൽ വീശുന്ന കാറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന വാണിജ്യവാതകങ്ങൾ, ട്രേഡ് വിൻസ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീശുന്ന കാറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീശുന്ന കാറ്റ്. ഈ ഒരു കാറ്റിനെ എന്ത് വിളിക്കുന്നത്? നമുക്ക് ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന വാണിജ്യവാതകങ്ങൾ. ഭൂമധ്യരേഖയുടെ ഇരുവശവും 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ്. ഇവിടെ നിന്നും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും എന്താണ്? ഇക്വറ്റോറിയൽ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വാണിജ്യവാതകങ്ങൾ. ചോദ്യം ഇങ്ങനെയാണ്: ഭൂമധ്യരേഖയുടെ ഇരുവശവും എന്താണ്? 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റിന്റെ പേര് എന്താണ്? വാണിജ്യവാതകങ്ങൾ, ട്രേഡ് വിൻസ് എന്നാണ്. ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നർത്ഥമുള്ള ജർമ്മൻ പദമായ ട്രെഡർ എന്ന വാക്കിൽ നിന്നുമാണ് ഇത് ട്രേഡ് വിൻസ് എന്ന പദം രൂപപ്പെട്ടത്. അതൊന്ന് ഓർത്തിരിക്കുക. അസ്ഥിരവാതങ്ങൾ എന്നാണ് ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥയിൽ രൂപം കൊള്ളുന്ന തികച്ചും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ കൂടിയ കാറ്റാണ് എന്ന് പറയുന്നത് അസ്ഥിരവാതകങ്ങൾ കേട്ടോ. സ്ഥിരവാതകങ്ങളല്ല, ഇതാണ് അസ്ഥിരവാതകങ്ങൾ എന്നാണ്. ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്ന തികച്ചും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളോട് കൂടിയ കാറ്റാണ് ഇതെന്ന് പറയുന്നത് അസ്ഥിരവാതകങ്ങൾ. ചക്രവാതവും പ്രതിചക്രവാതവും, സൈക്ലോണും ആന്റി സൈക്ലോണും. ഓക്കെ, ചക്രവാതം എന്ന് നോക്കാം. അന്തരീക്ഷത്തിന്റെ ഒരു ഭാഗത്ത് കുറഞ്ഞ മർദ്ദവും അതിനു ചുറ്റും എന്താണ്? ഉയർന്ന മർദ്ദവും അനുഭവപ്പെടുമ്പോൾ അന്തരീക്ഷത്തിന്റെ ഒരു ഭാഗത്ത് എന്തായിരിക്കും? ലോ പ്രഷറും അതിനു ചുറ്റും എന്തുണ്ടാവും? ഹൈ പ്രഷറും ഉണ്ടാകുമ്പോൾ കുറഞ്ഞ മർദ്ദ കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യും? ചുറ്റും
നിന്ന് വീശുന്ന എന്താണ് അതിശക്തമായ കാറ്റാണെന്ന് പറയുന്നത് ചക്രവാതം, സൈക്ലോൺ. അകത്ത് എന്താണ് ലോ പ്രഷർ ആണ്, പുറത്ത് എന്താണ് ഹൈ പ്രഷർ ആണ്. പാമ്പിന്റെ ചുരുൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് സൈക്ലോൺ എന്ന പദം രൂപപ്പെട്ടത്. പഠിച്ചു വെച്ചെന്നാണ്. പാമ്പിന്റെ ചുരുൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് സൈക്ലോൺ എന്ന പദം രൂപം കൊണ്ടത്. ചക്രവാതങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ, അപ്പം നിങ്ങൾക്ക് അറിയാം ഈ ഭൂമി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയർ 0 ഡിഗ്രിക്ക് മുകളിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എന്താണ് നമ്മൾ പറയുന്ന ഉത്തരായനഗോളവും അതുപോലെ എന്താണ് ദക്ഷിണാർദ്ധഗോളവുമാണ്. താഴെ സൗത്തേണും മുകളിൽ നോർത്തുമാണ്. അപ്പം സൈക്ലോൺ അല്ലെങ്കിൽ ചക്രവാതങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ, ദക്ഷിണ വെച്ച സൗത്ത് ആണ്, ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് ഏത് ദിശയിലാണ്? ദക്ഷിണ സൗത്തിൽ വീശുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ഘടികാര ദിശയിലും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ് വീശുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ആണ്, എന്താണ് എതിർ ഘടികാര ദിശയിലുമാണ്. ഓക്കെ, ചക്രവാതം ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഈ പറയുന്ന പ്രതിചക്രവാതം അല്ലെങ്കിൽ എന്താണ് ആന്റി സൈക്ലോൺ എങ്ങനെയായിരിക്കും? ഇതിന് ഓപ്പോസിറ്റ്. സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും? ഇവർ നോക്കാം. ഇപ്പം ചക്രവാതങ്ങൾ ദക്ഷിണാർദ്ധഗോളങ്ങൾ എങ്ങനെയാണ്? ഘടികാര ദിശയിലാണെങ്കിൽ ആന്റി സൈക്ലോൺ വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് മാറിയിട്ട് തിരിച്ചിവിടെ വരും. ഇവിടെ എന്ത് വരും? ഘടികാര ദിശ മാറിയിട്ട് എതിർ ഘടികാര ദിശയും. ഏതാണ്? ഉത്തരായനഗോളത്തിൽ എന്ത് വരും? ഘടികാര ദിശ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി വരും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ഈ പറയുന്ന ഏതാണ് സൈക്ലോൺ എന്ന് പറയുന്നത്? എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് അവിടെ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസും. ഈ പറയുന്ന നോർത്തേൺ ഹെമിസ്ഫിയർ എന്താണ്? ആന്റി ക്ലോക്ക് വൈസും ആണ്. നിങ്ങൾക്ക് അറിയുന്നുള്ളതാണ്. ഇനി പറയുമ്പോൾ ഏത് വരുമ്പം ഈ ആന്റി സൈക്ലോൺ വരുമ്പോൾ നേരെ തിരിച്ചിട്ടാൽ മതി. സദേൺ ഹെമിസ്ഫിയറിൽ ഏതായിരിക്കും? ഈ പറയുന്ന ആന്റി ക്ലോക്ക് വൈസും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? ക്ലോക്ക് വൈസും ആയിരിക്കും കേട്ടോ. ഒന്ന് ഓർത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആന്റി സൈക്ലോൺ എന്ന് പറയുന്നത്. ഇതിലൊന്ന് മാത്രം പഠിച്ചാൽ മതിയോ? ഇപ്പൊ നിങ്ങൾ സൈക്ലോൺ തന്നെ പഠിച്ചോ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ഓക്കെ, സൈക്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായും 3 മേഖലകളെ തിരിക്കുക. അടുത്ത എക്കണോമിക്സിലെ ടോപ്പിക്കാണ്. എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായും 3 മേഖലകളായി തിരിക്കുക. ഒന്ന് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി 3 മേഖലകളായി തിരിക്കാം. SCERT NCERT ടോപ്പിക്കാണ്. രണ്ടിലും പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്, ഓർത്തിരിക്കുക. പ്രാഥമിക മേഖല, കാർഷിക മേഖലയും അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളും പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്. നിങ്ങൾക്കറിയാം കാർഷിക മേഖലയും അതുപോലെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമാണ് പ്രൈമറിയിൽ വരുന്നത്. കൃഷി, മത്സ്യബന്ധനം, വനപരിപാലനം, കന്നുകാലി സമ്പത്ത് എന്നിവയെല്ലാം പ്രാഥമിക മേഖലയാണ്. ഈ തന്നിരിക്കുന്ന ഏതിൽ വരുന്നതാണ്? പ്രൈമറിയിൽ വന്നിരിക്കുന്നതാണ്. ഇതൊക്കെ തന്നിട്ട് ചോദിക്കാം ഏതിൽ വന്നിരിക്കുന്നതാണെന്ന്. കൃഷിക്ക് പ്രാധാന്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ പ്രാഥമിക മേഖല എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ പ്രൈമറി സെക്ടറിന് എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? കാർഷിക മേഖല. അല്ലെങ്കിൽ പ്രാഥമിക മേഖലയുടെ വേറെ പേരാണ് എന്ത്? കാർഷിക മേഖല. പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്താണ്? കാർഷിക മേഖലയാണ്. ഓക്കെ, ഇനി ദ്വിതീയം, സെക്രട്ടറി. അതായത് എന്താണ് ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നടത്തുന്ന മേഖലയാണ് എന്ന് പറയുന്നത് ദ്വിതീയ മേഖല. കയർ നിർമ്മാണം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, കെട്ടിട നിർമ്മാണം ഒക്കെ ഇവിടെ വരുന്നതാണ്, ദ്വിതീയ മേഖലയിൽ വരുന്നതാണ്. എല്ലാത്തരം നിർമ്മാണ വ്യവസായങ്ങളും ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുത്തിയത്. എല്ലാ വ്യവസായങ്ങളും എവിടെ വരുന്നതാണ്? ഈ പറയുന്ന വ്യവസായം എവിടെ വരുന്നതാണ്? ദ്വിതീയത്തിലാണ്. കൃഷിയാണെന്നുണ്ടെങ്കിൽ പ്രാഥമികവും, വ്യവസായമാണെങ്കിൽ എവിടെ വരുന്നതാണ്? ദ്വിതീയത്തിൽ വരുന്നതാണ്, ദ്വിതീയ മേഖലയാണ്. അടിത്തറ എന്താണ്? വ്യവസായമാണ്. വ്യവസായത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ വ്യവസായ മേഖലയെന്നും ദ്വിതീയ മേഖലയെ അറിയപ്പെടുന്നു. ഇനി തൃതീയം, ടെറിഷറി എന്ന് പറയുമ്പോൾ പ്രാഥമിക, ദ്വിതീയ മേഖലകളിൽ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്നത് സർവീസും അതുപോലെ തന്നെ എന്താണ് അങ്ങനെ വരുന്നതൊക്കെയാണ് ഇതിൽ വരുന്നത്, തൃതീയ മേഖലയിൽ വരുന്നത്. ഓക്കെ, പ്രാഥമിക, ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതുമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ വരുന്നതാണ്, തൃതീയ മേഖലയിൽ വരുന്നതാണ്. ഗതാഗതം, വാർത്താവിനിമയം, വാണിജ്യം, വ്യാപാരം, ബാങ്കിങ്, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇൻഷുറൻസ് ഇവയെല്ലാം ഇതിൽ വരുന്നതാണ്, ടെറിഷറിയിൽ വരുന്നതാണ്. ഇന്ത്യക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഏതാണ് വരുമാനം കിട്ടുന്ന മേഖല? ടെറിഷറിയാണ്, തൃതീയമാണ് കേട്ടോ. തൃതീയം വളരെ ഇമ്പോർട്ടൻറ്റ്, തൃതീയമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് പ്രാഥമികത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന എവിടെയാണ്? തൃതീയ മേഖലയിൽ നിന്നാണ്. ഓക്കെ, ഇന്ത്യയിൽ കാണപ്പെടുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? തൃതീയ മേഖലയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇത് ഈ രണ്ട് PSC ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതും ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടിയന്തരാവസ്ഥ നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ജസ്റ്റ് ഒരു ടോപ്പിക്ക് പറഞ്ഞു പോകാം. ദേശീയ അടിയന്തരാവസ്ഥ എവിടെയാണ്? പ്രസിഡന്റ് ആണ് പ്രഖ്യാപിക്കുന്നതെന്ന് അറിയാം. ദേശീയ നാഷണൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എവിടെയാണ്? 352-ലും 4 വെച്ച് കൂട്ടിപ്പോയാൽ മതി. സംസ്ഥാനമാണ് എത്ര വരും? 356 ആണ്. സാമ്പത്തികമാണെങ്കിൽ എന്താണ്? 360 ആണ് കേട്ടോ. 4 വെച്ച് കൂട്ടിപ്പോയാൽ മതി. 352 ദേശീയ അടിയന്തരാവസ്ഥ, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്രയാണ്? 360 ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും പറഞ്ഞ സയൻസ് ടോപ്പിക് നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ അടുത്ത സീരീസിൽ സയൻസിൽ ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഓരോ സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് പോകും. നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സീരീസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട സിലബസിലുള്ളതും PSC ചോദിച്ചിട്ടുള്ള മേഖലകൾ എടുത്തിട്ട് അവിടെ നിന്നാണ് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ടോപ്പിക്കിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി എന്ത് ചെയ്യാം? അടുത്ത സീരീസിൽ എന്ത് ചെയ്യാം? ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താങ്ക് യു.